നമ്മുടെ പുണ്യ പിതാവായ ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനിയുടെ ഓർമ്മ ആചരിക്കുന്ന സന്ദർഭമാണ്. ഓർമ്മ ആചരിക്കാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടത് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടാണ്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവീൻ. അപ്പോൾ വിശുദ്ധ കുർബാന ചൊല്ലണം എന്നല്ല പറഞ്ഞത്, ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വിശുദ്ധ കുർബാന ചൊല്ലാനുള്ള മാത്രമല്ല, മറിച്ച് വിശുദ്ധ കുർബാന ജീവിക്കാനുള്ളതാണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നമ്മൾ കൊള്ളുന്ന സന്ദേശം. അപ്പോൾ വിശുദ്ധ കുർബാന ജീവിച്ചവരെയാണ് നാം ഓർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓർമ്മകൾ പെരുന്നാളിൻ്റെ അനുഭവമാണ് നമുക്ക് നൽകുന്നത്. ഇപ്പോൾ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ കുർബാന ജീവിച്ച് ജീവിതത്തെ തന്നെ കുർബാനയാക്കി മാറ്റിയ നമ്മുടെ പുണ്യപിതാക്കന്മാരുടെ ഓർമ്മകൾ ഓർമ്മ പെരുന്നാളുകളായിട്ടാണ് നാം ആഘോഷിക്കുന്നത്. ഇപ്പോൾ രക്തസാക്ഷികളായാലും പുണ്യവാന്മാരായാലും അവരുടെ എല്ലാം ഓർമ്മകൾ പെരുന്നാളാണ് എന്ന് നമുക്കറിയാം. ഇപ്പം നമുക്ക് ഒരു തറവാടുണ്ട്. ആ തറവാട് മർത്തോമൻ പാരമ്പര്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന ആ ഒരു പാരമ്പര്യം, ആ ഒരു തറവാടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബം ഈ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ്. മർത്തോമൻ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ നാം ഇന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെ ഈ മർത്തോമൻ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ ആഗോള സഭാ യാഥാർത്ഥ്യങ്ങളെ സ്വീകരിക്കാത്ത കിണറ്റിലെ തവളയെപ്പോലെ ഇവിടെ നാം ഒതുങ്ങിക്കൂടുന്ന സുറിയാനി കത്തോലിക്കരുടെ ഇടയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പാരമ്പര്യമാണ് എന്ന്, അല്ലെങ്കിൽ സുറിയാനി പാരമ്പര്യം എന്നുള്ളത് കൊണ്ട് നാം ഉന്നത കുല ജാതന്മാരെന്ന് കൽപ്പിച്ച് ഇട്ടിട്ടുള്ളവരുടെ മാത്രം ഒരു കൂട്ടായ്മയാണ് എന്ന് നാം തെറ്റിദ്ധരിക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഈ മർത്തോമൻ പാരമ്പര്യം അത് തോമാസ് ലീഹായിൽ ആണ് നാം കണ്ടെത്തുന്നത്. തോമാസ് ലീഹ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു ചൈതന്യം ഉൾക്കൊണ്ട് ശിഷ്യത്വം സ്വീകരിച്ച് അപ്പോസ്തലനായി ആ വിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച് രക്തം കൊണ്ടുള്ള ജീവൻ കൊണ്ടുള്ള സാക്ഷ്യം നടത്തിയ ആ അപ്പോസ്തലൻ, ആ ഒരു പാരമ്പര്യം. അപ്പോൾ ആ പാരമ്പര്യം, ബൈബിൾ അധിഷ്ഠിതമായ പാരമ്പര്യം എന്താണ്? ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് തോമാസ് ലീഹായെ സംബന്ധിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് തോമാസ് ലീഹായെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സമാന്തര സുവിശേഷങ്ങളിലൊക്കെ ശിഷ്യന്മാരുടെ ഗണത്തിൽ ലിസ്റ്റിൽപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലാണ് വിശുദ്ധ തോമാസ് ലീഹായെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരണങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. 11-ാം അധ്യായത്തിൽ, 14-ാം അധ്യായത്തിൽ, 20-ാം അധ്യായത്തിൽ, അവസാനം 21-ാം അധ്യായത്തിൽ തിബരിയസ് കടൽ തീരത്ത് വെച്ച് നാം കണ്ടെത്തുന്ന ആ 7 ശിഷ്യന്മാരിൽ ഒരാളായും തോമാസ് ലീഹായുണ്ട്. അപ്പോൾ ഈ മർത്തോമൻ പാരമ്പര്യം നാം തേടിപ്പോകുമ്പോൾ ഈ ഒരു ജീവിതത്തിലേക്കാണ് നാം ഒന്നാമതായി കടന്നു ചെല്ലേണ്ടത്. അവിടെ ആ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു രഹസ്യമായി, അടിസ്ഥാനമായി നാം കണ്ടെത്തേണ്ടത് ക്രിസ്തു അനുഭവമാണ്. ക്രിസ്തു അനുഭവമാണ്. ഈ സന്ദർഭങ്ങളെല്ലാം പ്രകടമാക്കുന്നത്, ഈ 3 സന്ദർഭങ്ങളും പ്രകടമാക്കുന്നത് യേശുക്രിസ്തുവിനോട് വ്യക്തിപരമായ ഒരു ബന്ധവും ഒരടുപ്പവും പുലർത്തിയിരുന്ന ശിഷ്യനാണ് തോമാസ് ലീഹ. അതുകൊണ്ടാണ് തോമാസ് ലീഹ തർക്കിക്കാൻ തയ്യാറാവുന്നതും. അപ്പോൾ യേശുക്രിസ്തു 20-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നത് യേശു ഉയർത്തെഴുന്നേറ്റ
ആ ഉയർപ്പ് ദിവസം തന്നെ സന്ധ്യയിൽ ശിഷ്യന്മാർക്ക് ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടു. അപ്പോസ്തലന്മാർക്ക് അവിടുന്ന് അപ്പോസ്തല കൂട്ടായ്മയിൽ പ്രത്യക്ഷപ്പെട്ടു. അവിടെ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകുകയും ചെയ്യുന്നുണ്ട്. അത് ഒരു വ്യക്തിക്കല്ല നൽകുന്നത്, അപ്പോസ്തല കൂട്ടായ്മയ്ക്കാണ് നൽകുന്നത്. അവിടെ തോമാസ് ശ്ലീഹാ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അത് ഈ പാളയത്തിന് പുറത്തായാലും ആ ശിഷ്യഗണത്തിൽ പെടുന്നവർക്കെല്ലാം ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നിയോഗവും ലഭിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് സന്ധ്യയ്ക്ക് എത്തിയപ്പോൾ തോമാസ് ശ്ലീഹാ അവിടെ ഉണ്ടായിരുന്നില്ല. അത് ഞായറാഴ്ചയാണ്. അതുവരെ യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് ശനിയാഴ്ചയായിരുന്നു പുണ്യദിനം. ഇത് ഞായറാഴ്ച വൈകുന്നേരം ഉദ്ധിതനായ യേശു പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ തോമാസ് ശ്ലീഹാ അവിടെ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നതിനെ സംബന്ധിച്ച് പല തർക്കങ്ങളുണ്ടാവും, പക്ഷേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ തോമാസ് ശ്ലീഹായോട് മറ്റുള്ളവർ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കണ്ടു. അതാണ്, ഞങ്ങൾ ഉദ്ധിതനായ യേശുവിനെ കണ്ടു. തോമാസ് ശ്ലീഹാ വല്ലാതെ ബേജാറായി. അത് യേശുവിനോടുള്ള അവിശ്വാസമല്ല, മറ്റു പല സന്ദർഭങ്ങളിലും യേശുവിനോടുള്ള സ്നേഹം പ്രഖ്യാപിച്ചിട്ടുള്ള തന്നെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ യേശു പ്രത്യക്ഷപ്പെട്ടു. സ്വാഭാവികമായി നമുക്ക് ഒരു പിണക്കത്തിന് അത് മതി. യൂദാസിൻ്റെ പിന്നാലെ എന്നെ അവഗണിച്ചവനെ ഞാനും ഇനിയും കാത്തിരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. കൂട്ടായ്മയിൽ ചിലപ്പോൾ നമുക്ക് ചില ഒറ്റപ്പെടുത്തലിൻ്റെയോ ഒക്കെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാം എന്തു ചെയ്യും? ഞാൻ എന്നാൽ ഇനി കൂട്ടായ്മയിലേക്ക് ഇല്ല, ഞാൻ നിങ്ങൾക്കൊരു ഭാരമാകുന്നില്ല, എന്നെ ഒഴിവാക്കിയവൻ്റെ പിന്നാലെ ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് അവൻ അവിശ്വസിച്ചു കൊണ്ടാവാം, അല്ലെങ്കിൽ പിണങ്ങിയാവാൻ പുറത്തു പോകാമായി. പുറത്തുപോയി വ്യത്യസ്തമായ ഇടങ്ങളിൽ നിന്നുകൊണ്ട് യേശുവിനെതിരെ വേണമെങ്കിൽ പ്രസംഗിക്കാമായിരുന്നു. അതൊന്നാമത്തെ പാഠമാണ്. നമുക്ക് കൂട്ടായ്മയിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടായി എന്ന് വരാം. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകളൊക്കെ, സംശയങ്ങളൊക്കെ, നമ്മുടെ മുറിവുകളൊക്കെ കൂട്ടായ്മയ്ക്ക് പുറത്തല്ല പങ്കുവയ്ക്കേണ്ടത്, കൂട്ടായ്മയ്ക്കുള്ളിൽ തന്നെയാണ്. കൂട്ടായ്മയ്ക്ക് ഉള്ളിൽ തന്നെയാണ് പങ്കുവയ്ക്കേണ്ടത്. ഇത് ദേവദാസന്മാർ ധന്യന്മാർ യുവാന്യസ്ത്രീമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് നന്നായി വ്യാഖ്യാനിക്കാൻ സാധിക്കുന്ന ഭാഗമാണ്. അത് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. സമയമുണ്ടെങ്കിൽ അതേപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. അവിടെ ആ കൂട്ടായ്മയിൽ തന്നെയാണ് ചർച്ച ചെയ്തത്. എന്നിട്ട് അവിടെ നിന്നും തോമാസ് ശ്ലീഹാ പിണങ്ങിയിറങ്ങിയില്ല. ആ 8 ദിവസങ്ങൾ യേശുവിനെ കണ്ട 10 ശിഷ്യന്മാരോടൊപ്പം ഉദ്ധിതനായ യേശുവിനെ കാണാത്ത താൻ ഇങ്ങനെ ഈ നൊമ്പരം കടിച്ചിറക്കിക്കൊണ്ട് കഴിഞ്ഞു. അതൊരു അപകർഷതയാണ്, അത് വല്ലാത്തൊരു ഒറ്റപ്പെടലാണ്. അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ യേശുവിനെ കണ്ടു എന്നുള്ളതിന് വേറെ വ്യാഖ്യാനമൊന്നും വേണ്ട. അവരുടെ വിടർന്ന കണ്ണുകൾക്ക് മധ്യേ യേശുവിനെ കാണാത്ത അചിമ്യ കണ്ണുകളുമായി തോമാസ് ശ്ലീഹാ ഒരാഴ്ച കാത്തിരുന്നത് നുറുങ്ങിയ ഹൃദയത്തോടെയാണ്, നൊമ്പരത്തോടെയാണ്. യേശുവിനെ വെറുത്തുകൊണ്ടല്ല, യേശുവിനെ വ്യക്തമായി കാണാനുള്ള ആ തീവ്രമായ ആഗ്രഹത്തോടെയാണ്. അപ്പോൾ യേശുവിനെ കാണാൻ തീവ്രമായി അന്വേഷിക്കുന്നവന് സാധാരണ വെളിപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ അധികമായി വെളിപ്പെട്ട് കിട്ടുന്നു. അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ നിനക്ക് ദർശനമുണ്ടാവില്ല, മറ്റുള്ളവർക്ക് എന്തിന് ഈ ഉൾക്കാഴ്ച കിട്ടുകയില്ല എന്ന് കുറ്റപ്പെടുത്തുക സാധ്യമല്ല. യേശുവിനെ അറിയാൻ വേദനയോടുകൂടിയുള്ള കാത്തിരിപ്പും ഒരു അന്വേഷണവും ആവശ്യമുണ്ട് എന്നുള്ള പാഠമാണ്. 8 ദിവസം കഴിഞ്ഞ് യേശു പ്രത്യക്ഷപ്പെടുന്നത് യഥാർത്ഥത്തിൽ ആ പ്രത്യക്ഷീകരണം തോമാസ് ശ്ലീഹായ്ക്ക് വേണ്ടി മാത്രമായിരുന്നു.
തോമാസ് ലീഹായുടെ പരാതികൾ അതേ രീതിയിൽ സ്വീകരിച്ചു. അവിടെ വികാരാവേശത്തിൽ പറഞ്ഞതൊക്കെ ഒരു പ്രാർത്ഥന പോലെ യേശു സ്വീകരിക്കാൻ തയ്യാറായി. അവിടെ നിന്നുകൊണ്ട് ശിഷ്യന്മാരിൽ ഈ ഉദ്യതനായതിനു ശേഷം യേശു ശിഷ്യന്മാരിൽ ആദ്യം പേര് ചൊല്ലി വിളിച്ചത് തോമാസ് ലീഹായെയാണ്. തോമസ് എന്ന് പേര് ചൊല്ലി വിളിച്ചു. അത് തീർച്ചയായും ഒരു പരിഗണനയാണ്. മഗ്ദലിനെ വിളിച്ചതിന് ശേഷം തോമസിനെയാണ് ഈ പേര് ചൊല്ലി വിളിക്കുന്നത്. അത് പ്രത്യേകമായൊരു പരിഗണനയാണ്. തന്നെ അന്വേഷിക്കുന്നവർക്ക് താൻ സമീപസ്ഥനാകുന്നു എന്നുള്ള ആ ഒരു പാഠമാണ് നാം സ്വീകരിക്കേണ്ട ഒരു മാർഗവുമാണ് എന്നിട്ട് നീ എൻ്റെ അടുത്ത് വരിക. മറ്റുള്ളവർ അവിടെ നിന്നുകൊണ്ട് അകലെ നിന്നുകൊണ്ട് യേശുവിനെ കണ്ടു. എന്നാൽ യേശുവിനെ കാണാൻ വേണ്ടി കണ്ണുനീരോടെ ഉള്ളുരുകി കാത്തിരുന്ന തോമസിനെ അടുത്തേക്ക് വിളിച്ചു. അവൻ ചോദിച്ചതെല്ലാം നിറവേറ്റാൻ ആവശ്യപ്പെട്ടു. അടുത്ത് നിന്നുകൊണ്ട് ഉദ്ധിതനായ യേശുക്രിസ്തുവിൻ്റെ തിരുമുഖം കണ്ടു. അവിടുത്തെ വിലാപ്പുറത്ത് കരം വയ്ക്കാൻ പറഞ്ഞു. അവിടെ തോമാസ് ലീഹായുടെ നീ നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ ആണിപ്പെടുതുകൾ ഇടുക എന്ന് പറഞ്ഞു. യേശു അത് പാരമ്പര്യം പറയുന്നത് തോമാസ് ലീഹ മടിച്ചു നിന്നിരുന്നെങ്കിലും യേശു തന്നെ കരം പിടിച്ച് അവൻ്റെ കരം ഹൃദയത്തിലിട്ടു എന്നാണ്. അപ്പം അതൊരു അനുഭവമാണ്. അത് വലിയൊരു അനുഭവമാണ്. ആ ഒരനുഭവം ഉൾക്കൊണ്ടു എന്നുള്ളതാണ് തോമസിൻ്റെ പ്രത്യേകത. അവിടെ നിന്നുകൊണ്ടുള്ള തോമാസ് ലീഹായുടെ പ്രഖ്യാപനം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അപ്പോൾ ഉപരിപ്ലവമായി മന്ദഹൃദയരായി ഉയർത്തെങ്കിലും ഉയർത്തു, ശരി ഇങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് കരുതുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചല്ല, ഉദ്ധിതനായ യേശുവിനെ അടുത്തറിയാൻ വേണ്ടിയുള്ള ആ ഒരു കാത്തിരിപ്പും കണ്ണുനീരോടുകൂടിയുള്ള അന്വേഷണവും ഫലം നൽകി. അതുകൊണ്ട് അങ്ങനെ ഉള്ളവർക്കാണ് യേശു തന്നെ കൂടുതൽ വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ഉള്ളവർക്ക് ഇന്നും യേശുവിനെ അടുത്തറിയാൻ അവസരമുണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ആ ഒരു അനുഭവമാണ് തോമാസ് ലീഹായുടെ ഏറ്റവും വലിയ ആ ഒരു പ്രത്യേകത. അപ്പോൾ യേശു അനുഭവത്തിൽ ആഴപ്പെടുക എന്നുള്ളതാണ് ഒന്നാമത്തെ തത്വം. 2, കൂട്ടായ്മ വിട്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പാഠം. കൂട്ടായ്മയിലാണ് ഇപ്പോൾ സഭാ കൂട്ടായ്മ. ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ സഭാ കൂട്ടായ്മയാണ്. അപ്പോസ്തോലിക കൂട്ടായ്മ എന്ന് പറയുന്നത് നാം പന്ത് കളിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടോ കൂടുന്ന ചെറിയ കൂടിവരവുകളല്ല. ഇത് ഈ അപ്പോസ്തോലിക കൂട്ടായ്മ എന്ന് പറയുന്നത് സഭയാണ്. അപ്പോൾ സഭയോട് ചേർന്ന് നിൽക്കുക. നിൻ്റെ പരാതികളും നൊമ്പരങ്ങളും അവിടെ തന്നെ ചർച്ച ചെയ്യുക, അവിടെ തന്നെ പങ്കുവയ്ക്കുക. അപ്പോൾ അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. നിനക്ക് യേശു അനുഭവത്തിൽ വളരാൻ സാധിക്കും. അപ്പോൾ ഇന്ന് യേശു അനുഭവം എന്ന് പറയുന്നത് എന്താണ്? ഇന്ന് യേശു അനുഭവം എന്ന് പറയുന്നത് സഭയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. സഭയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഇന്ന് ഞാൻ യേശുവിനെ അറിയുന്നു, പക്ഷേ എനിക്ക് സഭയെ ഇഷ്ടമല്ല, സഭ അധികാരികളെ ഇഷ്ടമല്ല, എൻ്റെ ഇടവകയിൽ ചേർന്ന് നടക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ആത്മീയതയില്ല. ഇന്ന് യേശു ക്രിസ്തു ജീവിക്കുന്നത് തൻ്റെ ശരീരത്തിലൂടെയാണ്. തൻ്റെ ശരീരം ഇന്ന് ഈ തിരുസഭയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ സഭയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അനുഭവത്തിൽ വളരാൻ എന്താണ് ആവശ്യമായിരിക്കുന്നത്? അനുഭവത്തിൽ വളരാൻ ആവശ്യമായിരിക്കുന്നത് കൗദാശികമായ ജീവിതമാണ്. യേശു അവനോടൊരു കാര്യം പറയുന്നുണ്ട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആരാണ് ഈ കാണാതെ വിശ്വസിക്കുന്നത്? നമ്മളാണ്, ഈ സഭാംഗങ്ങളാണ്. കാരണം എന്ത്? നമ്മളുടെ പിതാവ് കണ്ടു, എനിക്കിനി കാണേണ്ടതില്ല. അതാണ് എൻ്റെ അപ്പോസ്തോലിക സഭ യേശുക്രിസ്തുവിനെ കണ്ടു, അനുഭവിച്ചു. എനിക്കിനിയും എന്താണ്? കാണേണ്ടതില്ല. ആ അനുഭവം ഇന്നെനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് കൂദാശകളിലൂടെയാണ്. അപ്പോൾ യേശു അനുഭവത്തിൽ വളരാൻ സഭയോട് ചേർന്ന് നിൽക്കുക. ഈ അനുഭവത്തിൽ ആഴപ്പെടാൻ കൂദാശാ ജീവിതം നയിക്കുക. ഇതാണ് ഇതിൻ്റെ പാഠം എന്ന് പറയും.
അപ്പോൾ ഇവിടെ നിന്ന് നാം പിന്നോട്ട് പോകുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു ബഥാനിയയിലേക്ക് പോവുകയാണ്. അതിന് മുമ്പുള്ള അനുഭവം എന്താണ്? മുമ്പുള്ള അനുഭവം യേശുവിനെ അവിടെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നതാണ്. വീണ്ടും ബഥാനിയയിലേക്ക് പോകുന്നു. ലാസറിൻ്റെ രോഗവിവരം അറിഞ്ഞുകൊണ്ടുള്ള ആ ഒരു യാത്രയാണ്. അപ്പോൾ ഇവിടെ മറ്റു ശിഷ്യന്മാരെല്ലാം യേശുവിനെ ഓർമ്മിപ്പിച്ചു. യേശു ഗുരുവാണ്, കൊള്ളാം, നല്ലവനാണ്, കൂടെ നിൽക്കാൻ ഇഷ്ടമാണ്, പക്ഷെ കല്ലേറ് കൊള്ളാൻ ആർക്കും താല്പര്യമില്ല. നമുക്കും അതാണ്, സഭയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സന്തോഷമാണ്. വിജയമുഹൂർത്തങ്ങളിൽ യേശു അത്ഭുതം പ്രവർത്തിക്കുമ്പോഴും ഓശാനയുടെ നാളിലും അതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ആ ഓശാന അനുഭവങ്ങളിലും വിജയത്തിൻ്റെ മുഹൂർത്തങ്ങളിലും ചേർന്ന് നിൽക്കാൻ നമുക്ക് വലിയ സന്തോഷമാണ്. പക്ഷേ കല്ലേറുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നാം പലപ്പോഴും പിൻവാങ്ങി നിൽക്കാനാണ് തയ്യാറാവുക. അപ്പോഴാണ് തോമാസ് ലീഗ ഈ അപ്പോസ്തോലിക കൂട്ടായ്മയുടെ നേതൃത്വം ഏറ്റെടുത്തു. അതാണ് ഈ അപ്പോസ്തോലിക കൂട്ടായ്മയുടെ നേതൃത്വം എടുത്തെടുത്തു. അതാണ് പത്രോസ് പോലും മിണ്ടാതിരിക്കുമ്പോൾ നമുക്ക് അവനോടുകൂടി പോയി മരിക്കാം. അപ്പോൾ യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിത്വത്തിലേക്കുള്ള ക്ഷണമാണ്. നമുക്ക് അവനോടുകൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എവിടെ പോയി എങ്കിലും മരിച്ച കാര്യമില്ല. യേശുക്രിസ്തുവിനോടൊപ്പം പോയി മരിക്കുന്നവനാണ് രക്തസാക്ഷിയാവുക. പലപ്പോഴും പലയിടങ്ങളിലും രക്തസാക്ഷി മണ്ഡപങ്ങൾ നാം കാണാറുണ്ട്. പക്ഷേ എന്താണ് ഈ ഒരർത്ഥത്തിൽ രക്തസാക്ഷികളല്ല. അതാണ് രക്തസാക്ഷികളല്ല. യേശുക്രിസ്തു എന്ന ഏക രക്തസാക്ഷിയോട് ചേർന്ന് ആ രക്തസാക്ഷിത്വം വരിക്കാൻ, ആ ഒരു വിശ്വാസത്തിന് വേണ്ടി, ആ ദൈവരാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാൻ തയ്യാറാകുന്നവരാണ് രക്തസാക്ഷികൾ. അതിനുവേണ്ടി തോമാസ് ശ്ലീഹ അപ്പോസ്തോലിക ഗണത്തിന് ആഹ്വാനം ചെയ്തു. അതാണ് നമുക്കും അവനോടുകൂടി പോയി മരിക്കാം. അതാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യമായി നാം കണ്ടെത്തേണ്ടത്. ആ രക്തസാക്ഷിത്വം നമ്മൾ പക്ഷേ വാക്കുകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയെന്ന് വരാം. ആ രക്തസാക്ഷിത്വം എന്നുള്ളത് തോമാസ് ശ്ലീഹ പൂർണ്ണമായും തൻ്റെ ജീവിതത്തിൽ വരിച്ചു എന്നുള്ളതാണ്, സ്വീകരിച്ചു എന്നുള്ളതാണ്. അത് നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി നാം കാണേണ്ടത്. അതുകൊണ്ടതാണ് നമ്മളെ വിളി രക്തസാക്ഷിത്വത്തിലേക്കാണ്. നമ്മുടെ വിളി രക്തസാക്ഷിത്വത്തിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ആന്തരികമായ അർത്ഥം എന്താണ്? ഒന്ന്, അപ്പോസ്തോലനായാലും സഭാ കൂട്ടായ്മ വിട്ടുപോയാൽ യേശു അനുഭവം നഷ്ടപ്പെടും. അതാണ്. അപ്പോസ്തോലനായാലും യേശു അനുഭവം എന്താണ്? അവിടെ കൂട്ടായ്മ വിട്ടുപോയാൽ, അപ്പോസ്തോലിക കൂട്ടായ്മ വിട്ടുപോയാൽ, സഭാ കൂട്ടായ്മ വിട്ടുപോയാൽ എന്തായി മാറും? അവര് യേശു അനുഭവം നഷ്ടപ്പെടും. രണ്ടാമത് അവർ വിരുദ്ധ സാക്ഷികളാവും. കൂട്ടായ്മ വിട്ടുപോയ യൂദാസിനെ പറ്റിയ അനുഭവം തന്നെയാണ് സംഭവിക്കുക. വിരുദ്ധ സാക്ഷികളായിത്തീരും എന്നുള്ളതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അപ്പോൾ മർത്തോമൻ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ പാരമ്പര്യമാണ്. ഈ സഭയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ്. സഭാ കൂട്ടായ്മ ചേർന്ന് നിൽക്കുന്ന പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിലേക്കുള്ള മടങ്ങി വരവിനാണ് ധന്യനായ മാർ ഇവാനിയോസ് തിരുമേനി നേതൃത്വം നൽകിയത്. അതിന് എന്ത് മാർഗമാണ് സ്വീകരിച്ചത്? ഈ സഭ ചേർന്ന് നിന്നുകൊണ്ട് ഈ വിശുദ്ധ കുർബാന നാം ഏതെങ്കിലും ചെറിയ സഭാസമൂഹമുണ്ടാക്കി നാം ഒരു കൂട്ടായ്മയിൽ അർത്താര പണിത് അവിടെ നാം വിശുദ്ധ കുർബാനയെ അർപ്പിച്ചു. ഒരു പക്ഷേ എനിക്ക് പൗരോഹിത്യം സാധുവായി ലഭിച്ച പൗരോഹിത്യമാണെങ്കിൽ പോലും ഈ അപ്പോസ്തോലിക സഭയുടെ സാർവത്രികത നഷ്ടപ്പെടുന്നതനുസരിച്ച് നമ്മളുടെ കുർബാന അർപ്പണത്തിനും പരിമിതികൾ ഉണ്ടാകുമെന്നുള്ളതാണ്. നമ്മുടെ പൗരോഹിത്യ കർമ്മത്തിനും പരിമിതികൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ സാർവത്രിക സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ബലിയർപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ നന്മകൾ, സാർവത്രിക സഭയുടെ പ്രത്യേകത എന്താണ്?
നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളായിത്തീരുന്നു. നമ്മുടെ അപ്പോസ്തലന്മാർ മുതൽ രക്തസാക്ഷികളും പുണ്യവാന്മാരുമായ ഒരു നീണ്ട നിര നമ്മുടെ കുടുംബാംഗങ്ങളായിട്ടുണ്ട്. അതാണ് കുടുംബാംഗങ്ങളായിട്ടുണ്ട്. ലോകം മുഴുവനും അർപ്പിക്കപ്പെടുന്ന എല്ലാ വിശുദ്ധ കുർബാനകളുടെയും യോഗ്യത നമുക്ക് ലഭിക്കാനിടയായിത്തീരുന്നു. ഈ പുണ്യാത്മാക്കളുടെ എല്ലാം പുണ്യജീവിതത്തിൻ്റെ ആ ഒരു യോഗ്യതകൾ നമുക്ക് ലഭിക്കാനിടയായിത്തീരുന്നു. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിതം നയിക്കുന്ന, സമർപ്പണ ജീവിതം നയിക്കുന്ന സമർപ്പിതരുടെയും ഇതുപോലെ സഹിക്കുന്നവരായ, യേശുവിനെ മുൻനിർത്തി സഹിക്കുന്നവരായ അനേകരുടെയും ആ സമർപ്പണത്തിൻ്റെയും ആ വിശുദ്ധ ജീവിതത്തിൻ്റെയും നന്മകൾ ഈ സഭാഗാത്രത്തോട് ചേർന്ന് നിൽക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കാൻ ഇടയായിത്തീരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ ഒരു കൂട്ടായ്മ അനുഭവത്തിലേക്ക് കടന്നു. സഭ എവിടെയാണ് പിറന്നു വീണത്? സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? നമുക്കറിയാം, അർത്ഥത്തിൽ പെന്തിക്കോസ്ത് ദിനത്തിലാണ്. സഭ എവിടെയാണ് പിറന്നു വീണത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് യേശു തല ചായ്ച്ചു എന്ന് നാം വായിക്കും. കുരിശിൽ ബലി പൂർത്തിയാക്കിക്കൊണ്ട് യേശു തല ചായ്ച്ചു. തല ചായ്ച്ചത് എവിടേക്കാണ്? തല ചായ്ച്ചത് സ്വന്തം തോളിലേക്കല്ല, നിരാശയോടെ ശൂന്യതയിലേക്കല്ല. അവിടുന്ന് തല ചായ്ച്ചത് ഇവിടെ തൻ്റെ ശരീരമായ സഭയിലേക്കാണ് തല ചായ്ച്ചത്. ആ കുരിശിൻ്റെ ചുവട്ടിൽ സഭയുണ്ട്. ആ കുരിശിൻ്റെ ചുവട്ടിൽ സഭ രൂപീകൃതമായിരിക്കുന്നു. പരിശുദ്ധ അമ്മ, അപ്പോസ്തലന്മാരുടെ പ്രതിനിധിയായി യോഹന്നാൻ ശ്ലീഹ, വിശ്വാസികളുടെ പ്രതിനിധിയായി ഏതാനും സ്ത്രീകൾ, മാനസാന്തരപ്പെടുന്നവരുടെ പ്രതിനിധിയായി ശതാധിപൻ. ഇതാണ് സഭയുടെ രൂപം. പരിശുദ്ധ അമ്മയും പുണ്യവാന്മാരുടെ കൂട്ടായ്മയും വിശ്വാസികളുടെ സമൂഹവും അപ്പോസ്തലന്മാരുടെ പിന്തുടർച്ചയും ഇവിടെ ഇപ്പോൾ സഭ എങ്ങനെ വളരുന്നു? ഈ സുവിശേഷം പ്രഘോഷിച്ച് ഞാൻ സുവിശേഷം എന്നിലുള്ള വിശ്വാസം മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ വളരുന്നതാണ് നമ്മുടെ സുവിശേഷ വേല എന്ന് പറയുന്നത്. മറ്റുള്ളവരിലേക്ക് മാനസാന്തരത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ മാനസാന്തരത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ അപ്പോസ്തലിക സഭയിൽ നമുക്കതാണ്. അങ്ങനെയാണ് സഭ വളർന്നുകൊണ്ടിരുന്നത്. മാനസാന്തരപ്പെട്ട് അതുകൊണ്ട് സഭ പൂർണ്ണമായോ? ഇല്ല. പക്ഷേ ഇതിനേക്കാൾ അധികമായി വലിയൊരു സമൂഹം പടയാളികളും മറ്റയഹൂദന്മാരുമായ പരീക്ഷകൾ യേശുവിനെതിരെ കുറ്റമാരോപിച്ചുകൊണ്ടും ആക്രോശിച്ചുകൊണ്ടും അവനെ ക്രൂശിക്കുന്നതിന് കൂട്ടുനിന്നുകൊണ്ടും അവനെ മരിച്ചതിന് ശേഷം അപവാദം പറഞ്ഞുകൊണ്ടും ചുറ്റും കൂടിയിരിക്കുന്ന വലിയൊരു സമൂഹം. അതാണ് സഭയുടെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. സഭ അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെയാണ്. അപ്പോൾ ഈ ശരീരമായ സഭയുടെ ശിരസ്സായി യേശുക്രിസ്തു, ഈ ക്രൂശാരോഗ്യനായ യേശുക്രിസ്തു തൻ്റെ തല ചായ്ച്ചു. യേശു ശിരസ്സായ സഭയുടെ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇതാണ്. ഈ സഭയാണ് വളർന്നു വരുന്നത്. ഈ ഒരു തിരിച്ചറിവാണ് ദൈവദാസൻ മാർ ഇവാനിയോസ് തിരുമേനിയെ പുനരൈക്യത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ മർത്തോമൻ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ച അവിടെ, അതാണ് ഈ സഭാ കൂട്ടായ്മയുമായുള്ള ഐക്യവും ഈ സഭയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള മിഷൻ പ്രവർത്തനവും. അപ്പോൾ ഈ കൂട്ടായ്മയും മിഷൻ പ്രവർത്തനവും, അതാണ് മിഷൻ പ്രവർത്തനമില്ലെങ്കിൽ സഭ ചത്തു. അതാണ്, അങ്ങനെ പിന്നെ സഭയില്ല, അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ മിഷണറിയായൊരു സഭ, ആ ഒരു സഭയെ സംബന്ധിച്ചാണ് ധന്യനായ മാർ ഇവാനിയോസ് തിരുമേനി നൊമ്പരപ്പെട്ടത്, സ്വപ്നം കണ്ടത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സഭാ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോയ നമ്മളുടെ സഹോദരി സഭ, ആ സഭയെ സംബന്ധിച്ച് എന്താണ്? ആ സഭയുടെ സാക്ഷ്യം നഷ്ടപ്പെട്ടു. അത് ജഡത ബാധിക്കാനിടയായി, വിരുദ്ധ സാക്ഷ്യങ്ങൾ ഉണ്ടാകാനിടയായി. ഇവിടെ സഭ പണിയപ്പെട്ടത് ഭൗതിക സമ്പത്തിലല്ല, പണത്തിലല്ല, അധികാരത്തിലല്ല, സംവിധാനങ്ങളിലല്ല, സ്ഥാപനങ്ങളിലല്ല, ദാരിദ്ര്യത്തിലാണ്. ക്രൂശിതനോളം ദരിദ്രനായ ഒരാളെ നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. അപ്പോൾ ദൈവദാസൻ മാർ ഇവാനിയോസ് തിരുമേനിയുടെ മുദ്രാവാക്യം എന്താണ്? ദൈവസമ്പാദനം എന്ന് പറയുന്നതാണ് നമ്മുടെ ദാരിദ്ര്യവ്രതത്തിൻ്റെ ആ ഉള്ളറ എന്ന് പറയുന്ന അടിസ്ഥാനം എന്ന് പറയുന്നത്. ദാരിദ്ര്യവ്രതം എന്ന് പറയുന്നത് പിതാവുമായുള്ള താതാത്മ്യപ്പെടലാണ് ദാരിദ്ര്യവ്രതത്തിലൂടെ സംഭവിക്കുന്നത്.
സംഭവിക്കുന്നത്. എന്താണ് എൻ്റെ സമ്പത്ത്? എന്താണ് എൻ്റെ സമ്പത്ത്? എൻ്റെ സമ്പത്ത് എൻ്റെ ദൈവമാണ്. ആ ദൈവത്തെ നേടുക. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം അപ്രധാനമായി കണക്കാക്കുന്ന ആ ഒരു കാഴ്ചപ്പാടും ആ ഒരു സമീപനവുമാണ് ദാരിദ്ര്യവ്രതം എന്ന് പറയുന്നത്. ദൈവം എൻ്റെ മുഖ്യ സമ്പത്താകുമ്പോൾ, ദാതാവായ ദൈവത്തെ എൻ്റെ മുഖ്യ സമ്പത്തായി സ്വീകരിക്കുമ്പോൾ, ദാനങ്ങളായ ഈ ഭൗതിക നന്മകൾ അതിനൊക്കെ അതിൻ്റെ സ്ഥാനമേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ ദാനമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അപ്പോൾ നമ്മുടെ മുഖ്യ നാം സമ്പത്ത് ആർജിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് ഈ സമ്പത്ത് ഉപയോഗിക്കും, പണം ആവശ്യമാണ്, ഈ ഭൗതികമായ നന്മകൾ ആവശ്യമാണ്, പക്ഷേ അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദാതാവായ ദൈവത്തെ, ആ ദൈവവുമായുള്ള ഐക്യപ്പെടലാണ് ദാരിദ്ര്യവ്രതം എന്ന് പറയുന്നത്. അതിലൂടെ ബാക്കിയുള്ളതെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ദൈവം തരുന്ന ദൈവത്തിൻ്റെ ദാനങ്ങളാണ് ഈ ഭൗതിക സമ്പത്ത്. ഇതാണ് ദാരിദ്ര്യവ്രതത്തിൻ്റെ രഹസ്യം. ദാരിദ്ര്യവ്രതത്തിൻ്റെ രഹസ്യം അനുസരണം എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തുമായുള്ള താതാത്മ്യപ്പെടലാണ്. യേശുക്രിസ്തു എന്ന ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളിനുള്ള താതാത്മ്യപ്പെടലാണ്. അപ്പോൾ എന്താണ്? ക്രൂശ് മരണത്തോളം തന്നെ കീഴ്പ്പെടുത്താനും അനുസരിക്കാനും തയ്യാറാകുന്ന ആ ദൈവപുത്രൻ്റെ ആ ഒരു അനുസരണത്തോളം നാം അനുസരണത്തോട് താതാത്മ്യപ്പെടാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. അതോ ബ്രഹ്മചര്യവ്രതം എന്ന് പറയുന്നതോ കന്യകാവ്രതം എന്ന് പറയുന്നതോ പരിശുദ്ധാത്മാവിൻ്റെ വ്രതമാണ്. പരിശുദ്ധാത്മാവുമായ താതാത്മ്യപ്പെടലാണ്. ഇവിടെ ഈ ബ്രഹ്മചര്യവ്രതം എടുക്കുന്ന സന്യാസിനിക്കോ മക്കളില്ലെന്നല്ല പറയുന്നത്. മക്കളുണ്ട്, പക്ഷെ ധാരാളം മക്കളുണ്ട്. ഈ കുടുംബസ്ഥരായിരിക്കുന്ന മാതാപിതാക്കളെക്കാൾ എത്രയോ അധികമായി മക്കളുള്ളവരാണ് ഈ സന്യസ്തര് എന്ന്. എങ്ങനെ? അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴിയായി. പരിശുദ്ധ അമ്മയായതുപോലെയാണ് ഈ കന്യാസ്ത്രീ അമ്മമാരാകുന്നത് എന്ന്, ഈ അച്ഛന്മാര് പിതാക്കന്മാരാകുന്നത് എന്നുള്ള ആ ഒരു പാഠമാണ്. അങ്ങനെയാണ് ഈ വ്രതങ്ങളെ സംയോജിപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവസമ്പാദനമെന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇടയായതിൻ്റെ രഹസ്യം ഇതാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇതെല്ലാം വിട്ടുപേക്ഷിക്കാൻ തയ്യാറാകുന്നു ഭൗതിക സമ്പത്ത്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോഴാണ് മുണ്ടന്മല വിട്ടുപേക്ഷിച്ചു. അല്ലെങ്കിൽ അതിനു മുമ്പ് എന്താണ് MD സെമിനാരിയുടെ ഇപ്പം സമ്പത്ത് മാത്രമല്ല, അധികാരം എന്നുള്ളത് അത് ദാരിദ്ര്യവ്രതത്തിന് വിരുദ്ധമായ ഒന്നാണ്. അധികാരത്തിൻ്റെ ആരാധകനായി തീരുക എന്നുള്ളത് നമ്മളുടെ ഈ വ്രതത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ഒന്നാണ്. അവ ദൈവരാജ്യ പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കാം. അപ്പോൾ ആ പദവികൾ വിട്ടുപേക്ഷിക്കാൻ തയ്യാറാവുക. അവിടെ നിന്നും എന്താണ്? ഇവിടെ സറാംപൂരിൽ പോയി യൂണിവേഴ്സിറ്റി പ്രൊഫസറായി വലിയ ശമ്പളം, ഈ വട്ടിപ്പണത്തേക്കാൾ കൂടുതൽ ശമ്പളം കിട്ടുന്ന ആ ജോലിയിലാണ്. അപ്പോൾ അവിടെ എങ്ങനെ പണം വ്യയം ചെയ്തു? അത് ഈ യുവജനങ്ങളെ പരിശീലിപ്പിക്കാൻ വേണ്ടി അത് കൃത്യമായി അതെല്ലാം വ്യയം ചെയ്തു. അവിടെ നിന്നും എന്താണ്? അതുകൊണ്ട് അതിലിനിയും എന്താണ്? ഈ സഭ വളരണമെന്നുണ്ടെങ്കിൽ ഈ സഭ ഈ സാക്ഷി പ്രേക്ഷിത സഭയായി രൂപാന്തരപ്പെടണമെന്നുള്ള ആ ഒരു താല്പര്യമായിരുന്നില്ല. അത് ദിവന്യാസത്തിന് 1917 ദിവന്യാസ്യസ് തിരുമേനിക്ക് എഴുതുന്ന കത്തിൽ ധനിരായ മാറിയ വാന്യസ് തിരുമേനി തൻ്റെ ലക്ഷ്യത്തെപ്പറ്റി വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഒരു മിഷണറി സമൂഹം ആരംഭിക്കുന്നതിനെ പറ്റിയാണ് ആഗ്രഹിച്ചിരുന്നത്. ആദ്യം പഞ്ചാബും ഈ നോർത്ത് ഇന്ത്യ കേന്ദ്രമാക്കിയ ഒരു മിഷണറി പ്രസ്ഥാനത്തെ സംബന്ധിച്ചാണ് ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഈ സഭാ കൂട്ടായ്മയിലേക്ക് സഭയെപ്പറ്റിയുള്ള ശരിയായ ഉൾക്കാഴ്ച ഉണ്ടാകുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മിഷണറി ആയേ മതിയാവുന്നതാണ്. ആത്മാക്കളുടെ രക്ഷയാണ് പ്രയോറിറ്റി, മുൻഗണന എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി എന്തു ചെയ്തു? ഇപ്പോൾ സഭയിൽ അതിനുള്ള ഏച്ചുവെപ്പുകളൊന്നും മതിയാവില്ല. കാതോലിക്ക സ്ഥാപനം കൊണ്ടത് മതിയായില്ല. അല്ലെങ്കിൽ മറ്റു ചില സംവിധാനങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളത് ആയില്ല. ഇവരെ പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമായില്ല. അവർക്ക് കുറച്ച് തുറവി കിട്ടി എന്നുള്ളത് ശരിയാണ്. ഈ മദ്രാസിൽ പഠിച്ചപ്പോഴും തറാമ്പൂരിൽ ജോലി ചെയ്തപ്പോഴും എല്ലാം വിദേശ മിഷണറിമാരുമായുള്ള ഇടപെടാനും ഈ ലോകസഭയുമായി ഒക്കെയുള്ള പരിചയത്തിലേക്ക് കടന്നു വരാനും കൂടുതൽ പഠിക്കാനും തയ്യാറായപ്പെടുന്നതിന് കൂടുതൽ വെളിച്ചം ലഭിച്ചു.
പഠിക്കുന്തോറും പരിശുദ്ധാത്മാവിന് തുറവി പുലർത്തുന്നവന് മാത്രമേ സത്യം കണ്ടെത്തി ജീവിതത്തെ സമർപ്പിക്കാൻ സാധിക്കുള്ളൂ. മാറി വാന്യസ് തിരുമേനി അതിന് തയ്യാറായി എന്നുള്ളത് കൊണ്ടാണ് നമുക്കറിയാം. ബാക്കി കഥകളെല്ലാം നമുക്കറിയാവുന്നതാണ്. മുണ്ടൻമലയിലെത്തിയതും ഇവിടെ പർണശാല കെട്ടിയതും അവിടെ സന്യാസ സമൂഹം രൂപം പ്രാപിച്ചതും ഇവിടെ അന്നത്തെ ഉപജീവനത്തിന് വേണ്ടി പിച്ചച്ചട്ടി എടുക്കാൻ തയ്യാറായതും എല്ലാം ആ കിട്ടിയ ആത്മീയമായൊരു അനുഭവം. അപ്പോൾ എൻ്റെ ആത്മീയമായ ഉണർവ് എവിടേക്കാണ് നയിക്കുന്നത്? സഭയുടെ കൂട്ടായ്മയിലേക്കാണ്. സഭ കൂട്ടായ്മയിലുണ്ടായിരിക്കുന്ന ഇടർച്ചയാണ് യഥാർത്ഥത്തിൽ സഭ. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭ യഥാർത്ഥത്തിൽ സാക്ഷ്യപൂർണമായി തീരാൻ ഇടയാകാതിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് സഭ കൂട്ടായ്മയിലേക്ക് വന്നാലേ തൻ്റെ ലക്ഷ്യം സാധ്യമാകൂ എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ളതെല്ലാം ഉപേക്ഷിച്ചു. ദിവന്യാസ തിരുമേനിയോടുണ്ടായിരുന്ന മെത്രാപ്പൊലീത്തനുണ്ടായിരുന്ന ബന്ധമെന്ന് പറയുന്നത് അപ്പനും മകനും തമ്മിലുള്ള ബന്ധമായിരുന്നു. അപ്പോൾ ഇതാണ് നാം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഗത്സമേനി അനുഭവങ്ങളെ സംബന്ധിച്ച് പറയുന്നത് ഇതാണ്. ഓരോ നിർണായകമായ ഘട്ടങ്ങളെല്ലാം വരും, വല്ലാത്ത നൊമ്പരമാണ് തീരുമാനമെടുക്കാൻ. പക്ഷേ മുൻഗണന ഇതാണ്, മുൻഗണനയ്ക്ക് വേണ്ടി. അതുകൊണ്ടാണ് ഈ തൻ്റെ പരിശുദ്ധ അമ്മ രക്തക്കണ്ണീരൊഴുക്കി എന്ന് പറയുന്നത് പോലെ ധന്യനായ മാറി വാന്യസ് തിരുമേനി ഈ ജീവിതയാത്രയിൽ അന്ന് ഒരു MA പഠിച്ചിട്ടുള്ള ഒരു അച്ഛൻ മാത്രമുള്ള MA അച്ഛനാണ്. ഈ സമൂഹത്തിൽ വലിയ അംഗീകാരം കിട്ടിയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ പ്രൊഫസറായിട്ടുള്ള അംഗീകാരം കിട്ടിയിട്ടുള്ള ഈ അംഗീകാരം നമുക്ക് പക്ഷേ പരാജയം ഉണ്ടാകുമ്പോഴും വീണ് കിടക്കുമ്പോഴും നമ്മൾ അടിയേറ്റ് കിടക്കുമ്പോഴും നമ്മളൊരു പക്ഷേ വേറൊരു വഴി ചിന്തിച്ചു എന്ന് വരാം. പക്ഷേ ഈ മഹത്വത്തിൻ്റെ പടികൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ ലോകമഹത്വത്തിൻ്റെ പടികളുമായി കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നും ഇതിനെ ഉപേക്ഷിച്ച് വിട്ടിറങ്ങി വരാൻ അതിൻ്റെ മുമ്പിൽ രക്തസാക്ഷിയുടെ മനോഭാവം ഉണ്ടായാലേ സാധിക്കുള്ളൂ. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം അത്രമാത്രം ഉണ്ടായാൽ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ പടികൾ ഇറങ്ങി വന്നതും ഈ അവസാനം എല്ലാം വിട്ടുപേക്ഷിക്കാൻ തയ്യാറായത്. എന്താണ് 1930 ആഗസ്റ്റ് മാസം 19-ാം തീയതി രാത്രിയിൽ കൊല്ലം പിതാവിൻ്റെ പ്രത്യേകമായ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇനി വൈകാതെ പുനരയിക്കപ്പെടുക എന്നുള്ളത്. അവിടെ സന്യസ്തരോട് ഈ രാത്രി തന്നെ പുലർച്ചയ്ക്ക് ഇറങ്ങുകയാണ്. ഒരു പ്രേരണയും ചെലുത്തിയില്ല, ആരോടും ഒരു സ്വാധീനം ഉപയോഗിച്ചില്ല. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് നമ്മളുടെ മാനുഷികമായ സ്വാധീനങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വതന്ത്രമായി തീരുമാനമെടുത്ത് എന്നെ അറിയിച്ചാൽ മതി. രാത്രി 12 മണി വരെ അവിടെ പള്ളിയിൽ തന്നെ കാത്തിരുന്നു. അതാണ് അവിടെ പുലർച്ചയ്ക്ക് എല്ലാം വിട്ടിറങ്ങിപ്പോയി. എവിടേക്ക് പോകും? അതാണ് വെണ്ണിക്കുളത്ത് വന്ന് പാർക്കാൻ ഇടമില്ലാതെ അവിടെ പാർക്കുന്ന തോന്നുന്നില്ല. അവിടെ ഈ വിട്ടുപോകുന്നു, പക്ഷേ എങ്ങും എത്തിയില്ല എന്നൊരു കാലഘട്ടത്തിൽ 1 മാസം അവിടെ അനുഭവിക്കുന്ന തീവ്രമായ വേദന, തുടർന്നുണ്ടായ സംഭവങ്ങൾ ഓരോന്നും പ്രിയപ്പെട്ടവരെ നമുക്ക് അറിയാവുന്നതാണ്. പുനരയിക്കപ്പെട്ടതിന് ശേഷവും കൂടെ നിന്നവർ പോലും ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ തനിയാവർത്തനം ഈ മാറി വാന്യസ് തിരുമേനിയുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ മുറിവ് ഏതാണ്? ആദ്യത്തെ മുറിവ് യൂദാസിൻ്റെ ചുംബനം തൻ്റെ മനസ്സിൽ കുത്തിക്കയറ്റിയ മുറിവാണ് എന്നുള്ളതാണ്. യൂദാസിൻ്റെ ചുംബനം അതാണ്. എത്രയോ ഇങ്ങനെയുള്ള ചുംബനങ്ങളുടെ അനുഭവങ്ങളിലൂടെ, വിട്ടുപോകുന്നവരുടെ അനുഭവങ്ങളിലൂടെ, കൂടെ നിന്നവർ കല്ലെറിയാൻ തയ്യാറാകുന്നത്. അപ്പോൾ ആ ഒരു പീഡാനുഭവങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു. ഒരു ഘട്ടത്തിലെത്തി ഈ വേദനയുമായി മുന്നോട്ട് പോകുമ്പോൾ അറച്ചു നിന്നില്ല. കാരണം എന്താണ്? ആ ഒരു ലക്ഷ്യബോധത്തോടെയുള്ള ആ ഒരു മുന്നോട്ടമാണ്, ആ ഒരു ധീരതയാണ്. തോമാസ് ശ്ലീഹ പ്രകടമാക്കിയ ധീരതയാണ്, നമ്മുടെ പൂർവികർ പുലർത്തിയ ആ ഒരു ധീരതയാണ്, പരിശുദ്ധാത്മാവ് നൽകുന്ന ധീരതയാണ്. ആ ധീരതയാണ് നെഞ്ചു പിരിച്ചുകൊണ്ട് ഒന്നുമില്ലായ്മയിലും മുന്നേറാൻ മാറി വാന്യസ് തിരുമേനിയെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞ സമയം നമ്മൾ തീരുകയാണ്. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ സന്ദേശം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മാറി വാന്യസ് തിരുമേനി വിശുദ്ധനാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, വിശുദ്ധനാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്ക് സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ എത്രയോ തെളിവുകളാണ് നമുക്കതേപ്പറ്റി
ഈ മലങ്കര കത്തോലിക്ക സഭ തന്നെയല്ലേ ഏറ്റവും വലിയ അത്ഭുതം. ഇനി വേറൊരു അത്ഭുതം തേടി പോകേണ്ട കാര്യമില്ല. വേറൊരു അത്ഭുതം തേടി നമ്മൾ പോകേണ്ട യാതൊരു കാര്യമില്ല. ഈ സഭയുടെ വളർച്ച, ഈ 5 പേരിൽ നിന്നുമുള്ളൊരു വളർച്ച, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. രണ്ടാം വത്തിക്കാൻ കൗൺസിലായിരുന്നു യോഹന്നാൻ 23-ാമൻ മാർപ്പാപ്പായെ വിശുദ്ധനായി പ്രഖ്യാപിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ഏറ്റവും വലിയ അത്ഭുതം അതാണ്. എങ്കിൽ മാർ ഇവാനിയോസ് തിരുമേനിയെ വിശുദ്ധനാക്കുന്നതിന് ഒന്നാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് ഈ മലങ്കര കത്തോലിക്ക സഭയുടെ ഈ ഒരു വളർച്ച തന്നെയാണ്. പക്ഷേ ഈ വളർച്ച ഒരു വരൾച്ചയായി മാറാതിരിക്കാൻ തക്കവണ്ണം ഈ സഭയെ ചലനാത്മകമായി നിർത്താനുള്ള ഒരു വെല്ലുവിളിയാണ് നമ്മളെ ഓരോരുത്തരുടെയും ആ ഒരു പിതാവിനുള്ള കടപ്പാട് നമുക്ക് നൽകുന്ന വെല്ലുവിളി എന്നുള്ളത് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കബറിടം തന്നെ മാർ ഇവാനിയോസ് തിരുമേനിയുടെ ആ വിശുദ്ധി പ്രകടമാക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ എന്താണ് നമ്മളുടെ ഈ പ്രോസസ്സിലൂടെ, നാമകരണത്തിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിലുണ്ടായ അതിലേർപ്പെട്ടവൾക്കുണ്ടായ ആത്മീയമായ അനുഭവങ്ങൾ അതിന് തെളിവാണ്. റോം അതിനെ അംഗീകരിച്ചു എന്നുള്ളത് വലിയ ഒരു തെളിവാണ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ഒരാൾ വിശുദ്ധനാകുന്നത് എങ്ങനെയാണ്? ഇവിടെ അൽഫോൻസാമ്മ ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ അവർ മരിക്കുമ്പോൾ അടക്കാൻ എത്ര പേരുണ്ടായിരുന്നു? അത് വിരലിലെണ്ണാവുന്ന ആളുകളുടെ സാന്നിധ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. സാവകാശം കൊച്ചു കുട്ടികൾ ആ കബറിടത്തിലേക്ക് വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് അവരെ പഠിപ്പിച്ച, അവർ 1 വർഷം മാത്രം പഠിപ്പിച്ചിരുന്ന അധ്യാപിക, പിന്നീട് പലപ്പോഴും അവർ അനുഭവിച്ചറിഞ്ഞ ഈ ഒരമ്മ ജീവിച്ചിരുന്നപ്പോൾ ദീനക്കാരിയായി മാത്രം പഴികേട്ടിരുന്ന ഒരു കന്യാസ്ത്രീ എങ്ങനെയാണ് പോപ്പുലർ വിശ്വാസത്തിലൂടെയാണ്, ഭക്തിയിലൂടെയാണ് ജനമാണ് തിരിച്ചറിഞ്ഞത് വിശുദ്ധയാണെന്ന്. അല്ല, മറ്റേ ദൈവശാസ്ത്രജ്ഞന്മാരല്ല, ജനമാണ് തിരിച്ചറിഞ്ഞത് വിശുദ്ധയാണെന്ന്. മാർ ഇവാനിയോസ് തിരുമേനിയെ സംബന്ധിച്ചും അതുതന്നെയാണ്. ആരാണ് വിശുദ്ധനാക്കുന്നത്? വിശുദ്ധനായ ഒരാളെ പ്രഖ്യാപിക്കുക എന്നുള്ളത് മാത്രം നമുക്ക് ചെയ്യാനുള്ളൂ. അത് പാവപ്പെട്ട ജനം തിരിച്ചറിഞ്ഞു. മാർ ഇവാനിയോസ് തിരുമേനിയോടൊപ്പം ജീവിച്ചിരുന്ന ജനം തിരിച്ചറിഞ്ഞു അവിടുന്ന് പുണ്യവാനാണ് എന്ന്. ആ വിശുദ്ധൻ്റെ കബറിടം നമ്മെ ഓരോരുത്തരെയും തീർച്ചയായും ഇന്ന് വെല്ലുവിളിക്കുന്നുണ്ട് എന്ന് ഓർമ്മിക്കുക. നമ്മുടെ സഭയെ ശക്തിപ്പെടുത്താൻ ആണ് മാർ ഇവാനിയോസ് തിരുമേനി ഇന്നിപ്പോൾ വത്തിക്കാൻ കൗൺസിലിൽ പഠിപ്പിക്കുന്ന അൽമായർക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെ സംബന്ധിച്ച്, അൽമായർ പൗരോഹിത്യത്തെ സംബന്ധിച്ചുള്ള പ്രാധാന്യത്തെ സംബന്ധിച്ചും ഒക്കെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ വ്യത്യസ്തമായ സിനഡുകളിലൂടെയൊക്കെ രൂപപ്പെട്ടു വന്ന ആ ഒരു ദർശനത്തിന് എത്രയോ മുമ്പ് തന്നെ അൽമായരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അൽമായ പ്രാമുഖ്യം സഭാ ശുശ്രൂഷകൾ നൽകിയ, തന്നോടൊപ്പം ഇറങ്ങിത്തിരിച്ച് പള്ളി വാങ്ങാനായാലും പള്ളി പണിയാനായാലും വസ്തു വാങ്ങാനായാലും സുവിശേഷം പ്രസംഗിക്കാനായാലും ദൈവ ആലോചന സ്വീകരിക്കാനായാലും അൽമായരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രവർത്തിച്ച മാർ ഇവാനിയോസ് തിരുമേനിയുടെ ആ പ്രവർത്തന ശൈലിയുണ്ട്. അദ്ദേഹത്തിന് പരിശുദ്ധ അമ്മയോടുണ്ടായിരുന്ന ആ ഒരു ബന്ധമുണ്ട്. അപ്പോൾ ഇവിടെ മാർ ഇവാനിയോസ് തിരുമേനിയെ നാം എവിടെയെങ്കിലും പരിമിതപ്പെടുത്തി നിർത്തുക സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഈ നമ്മളുടെ സഭാ പാരമ്പര്യത്തെ, സുറിയാനി പാരമ്പര്യത്തെ അതിൽ മായം ചേരാതെ മുന്നോട്ട് നയിക്കുന്നതോടൊപ്പം സാർവത്രിക സഭയുടെ എല്ലാ സോഴ്സുകളെയും നന്മകളെയും എല്ലാ ഉറവിടങ്ങളെയും ഈ മലങ്കര കത്തോലിക്ക സഭയോട് ചേർത്ത് നിർത്താൻ തയ്യാറായി. അപ്പോൾ പലപ്പോഴും ഇന്ന് തെറ്റിദ്ധരിച്ച് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എന്തെങ്കിലും വായിച്ചെടുത്തിട്ട് ഇവിടെ നമ്മൾ ആരാധന നടത്തുന്ന പ്രശ്നമാണ്, ജപമാല നടത്തുന്ന പ്രശ്നമാണ്, ഇവിടെ തിരുവപ്പാത നടത്തുന്ന പ്രശ്നമാണ്, ഇവിടെ കുർബാനയുടെ പ്രദക്ഷിണം നടത്തുന്ന പ്രശ്നമാണ് എന്ന് പറയുന്നത് വെറും പോഷത്തരമാണ്. മാർ ഇവാനിയോസ് തിരുമേനി ഇതെല്ലാം തൻ്റെ ജീവിതകാലത്ത് തന്നെ സ്വീകരിച്ചു. ദിവ്യകാരുണ്യ കോൺഗ്രസ് സംബന്ധിച്ചു. ദിവ്യകാരുണ്യ 1932 ഡബ്ലിനിൽ നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൽ സംബന്ധിച്ചത്. അതുപോലെ തന്നെ 1947 തോന്നുന്നു പരിശുദ്ധ ഈ ആഗോള സഭയുടെ എല്ലാ നന്മകളും റിസോഴ്സസ് മുഴുവനും ആത്മീയമായ സ്രോതസ്സുകൾ പരമാവധി ഉപയോഗിക്കാൻ ഈ മാർ ഇവാനിയോസ് തിരുമേനി തയ്യാറായി. അതുകൊണ്ട് ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ
നാം പിന്നിലേക്കുള്ള ഒരു പായലല്ല ചെയ്യേണ്ടത്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഉറവിടങ്ങളിലേക്ക് നാം പോകേണ്ടതുണ്ട്. എന്നാൽ നാം ആർജിച്ചെടുത്തിട്ടുള്ള നന്മകളൊക്കെ ഈ ജപമാല പ്രാർത്ഥനയോടും വിശുദ്ധ കുർബാനയുടെ ആരാധനയോടും കുർബാനയുടെ പ്രദക്ഷിണത്തോടും കുർബാനയുടെ വാഴ്വിനോടും അതുപോലെ ഇങ്ങനെയുള്ള നമ്മളുടെ ലീജിയൻ ഓഫ് മേരി അന്ന് ബെൻസിൻ്റെ ഇപ്പോൾ സഖ്യമൊക്കെല്ലാം അറിവാൻ്റെ സിനിമ അന്ന് ആരംഭിച്ചതാണ്. അപ്പോൾ ഈ ഉറവിടങ്ങൾ, അതുപോലെ ഇന്ന് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്ന, പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കുന്ന ആ പാഠങ്ങൾ കൊണ്ടുകൊണ്ട് നാം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓരോ കാലഘട്ടവും നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നതിന് ആവശ്യമാകുന്ന ആയുധങ്ങളുണ്ട്. നമുക്ക് വലിയ ആയുധപ്പുരയുണ്ട്. അതാണ് ഒരുപക്ഷേ മറ്റ് പാശ്ചാത്യ സഭകൾക്കില്ലാത്ത വിപുലമായ മാരകമായ ആയുധങ്ങൾ നമുക്കുണ്ട്. അതാണ് ആയുധപ്പുരകൾ നമുക്കുണ്ട്. നമ്മുടെ നോമ്പനുഷ്ഠാനങ്ങളായാലും നമ്മുടെ യാമപ്രാർത്ഥനകളായാലും നമ്മുടെ ആന്തരികതയുടെ ആഴം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ കുർബാന അർപ്പണമായാലും ഇങ്ങനെ നമ്മുടെ ആത്മീയമായ ആയുധങ്ങളുടെ സ്രോതസ്സ് വളരെയേറെ വിലപ്പെട്ടതാണ്. അവ സാർവത്രിക സഭ ഉൾക്കൊള്ളത്തക്കവണ്ണം അത് നാം അവ സാർവത്രികമാക്കാനാണ് യഥാർത്ഥത്തിൽ ശ്രമിക്കേണ്ടത് എന്നതിന് യാതൊരു സംശയമില്ല. ധന്യനായ മാർ ഇവാനിയോസ് തിരുമേനി വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്നതിലൂടെ നമ്മുടെ ഈ ആത്മീയമായ സ്രോതസ് മുഴുവനും സാർവത്രിക സഭയുടെ സ്വന്തമായി പ്രഘോഷിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഇവർക്ക് അർഹതയുണ്ടെങ്കിൽ തന്നെയും ഈ ഐക്യത്തിൻ്റെ പാതയെ സംബന്ധിച്ചുള്ള ആ ഒരു സന്ദേശം ലോകം മുഴുവനും ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷമായി ഏറ്റുവാങ്ങാൻ ഈ ലോകം മാർ ഇവാനിയോസ് തിരുമേനിയുടെ മധ്യസ്ഥതയിലൂടെയും മാതൃകയിലൂടെയും സഹായകമാകും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വകാര്യമായ ഒരു വിശുദ്ധനെ ലഭിക്കുക എന്നതിലുപരിയായി ഈ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ഭിന്നതയുടെ മേഖലകൾ തേടുന്ന സഭാ സമൂഹങ്ങൾ, സമ്പത്തിൻ്റെ പേരിൽ കലഹിക്കുന്ന, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കലഹിക്കുന്ന ഒരു സഭാ സമൂഹത്തിൻ്റെ മുമ്പിൽ എന്തും വില കൊടുത്തുകൊണ്ട് സഭയുടെ ഐക്യം നിലനിർത്താനും പ്രേക്ഷിതരായി തീരാനും രക്തസാക്ഷിത്വത്തിലേക്ക് നമ്മെ അനയിക്കാനും തക്ക ആ ഒരു ചൈതന്യം പകരാൻ മാർ ഇവാനിയോസ് തിരുമേനിയുടെ വിശുദ്ധൻ എന്നുള്ള പ്രഖ്യാപനം, അതാണ് ആ നാമകരണം സഹായകമാകും. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ അടൂർ വൈദിക ജില്ല സഭയായി പിതാവിൻ്റെ ശ്രാദ്ധപ്പെരുന്നാൾ ആഘോഷിക്കുന്നതിന് അടൂരിൽ പിതാവ് വന്ന് താമസിച്ചിട്ടുള്ളതും ഈ അടൂരിന് പിതാവിൻ്റെ ആ ആദ്യകാല പ്രവർത്തനങ്ങളുടെ മേഖലയായിരുന്നു. ആദ്യം അടൂര് കേന്ദ്രമാക്കി രൂപത സ്ഥാപിക്കുന്നതിനെ പറ്റി പോലും ആലോചിച്ചിരുന്ന ഒരു കാലമുണ്ട് എന്ന്. അപ്പോൾ ഈ അടൂർ പ്രദേശം മാർ ഇവാനിയോസ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ ശ്രദ്ധ പതിച്ചിട്ടുള്ള പ്രദേശമാണ്. നേതൃത്വം നൽകുന്ന ജില്ലാ വികാരി അച്ഛനും ബന്ധപ്പെട്ട അച്ഛന്മാർ ഒറ്റക്കെട്ടായി, സിസ്റ്റേഴ്സും അച്ഛന്മാരും ഈ ആത്മായ സഹോദരങ്ങളും ചേർന്ന് ഈ ശ്രാദ്ധപ്പെരുന്നാൾ, നമ്മുടെ പിതാവിൻ്റെ ശ്രാദ്ധപ്പെരുന്നാൾ ആഘോഷിക്കുകയും നമ്മുടെ വേരുകൾ തേടി നാം ആ വേരുകൾ നമ്മെ തന്നെ ഉറപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും അഭിവാദനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.